കൊമേഴ്സ് അച്ചീവേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കേരള യൂണിവേഴ്സിറ്റി ഡിഗ്രി അഡ്മിഷനുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ നമ്മളിടുന്ന വീഡിയോസിലൊക്കെ കൂടുതൽ വരുന്ന കമൻറ്റുകൾ ഇതാണ്: എനിക്ക് 85% മാർക്കുണ്ട്, എനിക്ക് ഗവൺമെൻറ് കോളേജിൽ കിട്ടുമോ, അല്ലെങ്കിൽ എനിക്ക് 75% മാർക്കുണ്ട്, എനിക്ക് ഇന്ന സബ്ജക്റ്റിന് അഡ്മിഷൻ കിട്ടുമോ, ഇങ്ങനെ ഒരുപാട് കമൻറ്റുകൾ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതെല്ലാം ഡിപ്പെൻഡ് ചെയ്യുന്നത് അതായത് എത്ര വിദ്യാർത്ഥികൾ അപ്ലൈ ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ അപ്ലൈ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് എത്രയോളം മാർക്കുണ്ട്, ഇതിൻ്റെ ബേസിസിലായിരിക്കും പ്യുവർലി എങ്ങനെയാണ് അല്ലെങ്കിൽ എത്ര മാർക്കുള്ള വിദ്യാർത്ഥികൾക്കാണ് അഡ്മിഷൻ കിട്ടുന്നതെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാൻ സാധിക്കുന്നത്. എങ്കിൽ പോലും നിങ്ങളുടെ ആ ഒരു സംശയത്തിനുള്ള ഒരു ചെറിയൊരു ക്ലാരിറ്റി നിങ്ങൾക്ക് വരാൻ വേണ്ടിയാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ കഴിഞ്ഞ വർഷം എത്ര മാർക്കുള്ള വിദ്യാർത്ഥികളെ വരെയാണ് ഓരോ കോളേജിലും അഡ്മിഷൻ കിട്ടിയത്, എത്ര മാർക്ക് വരെയുള്ള വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ കിട്ടി എന്നുള്ള കാര്യം നിങ്ങൾക്ക് ചെറിയൊരു ഐഡിയ കിട്ടും. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് കോളേജുകൾ വെക്കാനും വെച്ച കോളേജുകളൊന്ന് റീഅറേഞ്ച് ചെയ്യാനൊക്കെ സാധിക്കും. ഇത് കഴിഞ്ഞ വർഷത്തെ തന്നെ ഈ വർഷം വരണമെന്നില്ല. കാരണം ഡിപ്പെൻസ് ഓൺ നമ്പർ ഓഫ് സ്റ്റുഡൻസ് അപ്ലൈ ചെയ്യുന്നതും അതുപോലെ തന്നെ ഓരോ സ്റ്റുഡൻസിൻ്റെയും മാർക്കും ഓരോ വർഷവും പാസ് ഔട്ട് ആവുന്ന വിദ്യാർത്ഥികളുടെ എണ്ണവും അവരുടെ പെർസെൻറ്റേജും മാർക്കും എല്ലാം ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഓരോ വർഷവും ഇൻഡെക്സ് മാർക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇത് തന്നെ ആവണമെന്നില്ല. പക്ഷേ നിങ്ങൾക്ക് ഓരോ കോളേജിനും എത്രത്തോളം മാർക്ക് വേണം എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇപ്പം നമ്മൾ കൊല്ലത്ത് 2 കോളേജുകൾ എടുക്കുകയാണ്, അതായത് ഇപ്പോൾ SN കോളേജും അതുപോലെ തന്നെ TKM കോളേജും. ഇതിൽ ഏത് കോളേജിലാണ് കൂടുതൽ ഇൻഡെക്സ് മാർക്ക് വേണ്ടത്, അല്ലെങ്കിൽ ഏത് കോളേജിൽ ഏത് സബ്ജക്റ്റിനാണ് കൂടുതൽ കിട്ടാനുള്ള സാധ്യതയുള്ളത്, ഇങ്ങനത്തുള്ള കാര്യം നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും. അപ്പം ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ടൊന്ന് ചെയ്യുക. എന്നിട്ട് അത് നോക്കിയിട്ട് എങ്ങനെയാണ് ഇത് മനസ്സിലാക്കുന്നതെന്ന് കൂടി ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയാം. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കും കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഡിഗ്രി അഡ്മിഷന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഈ ചാനലൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ മാത്രമേ നമ്മളിടുന്ന വീഡിയോസൊക്കെ അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരത്തുള്ളൂ. അപ്പോൾ ആദ്യം തന്നെ കേരള യൂണിവേഴ്സിറ്റിയുടെ ലിങ്ക്, അഡ്മിഷൻ പോർട്ടലിൻ്റെ ലിങ്ക് ഇവിടെ കൊടുക്കാം. അപ്പോൾ അഡ്മിഷൻ പോർട്ടലിൽ ലിങ്ക് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ ലിങ്ക് ഓപ്പൺ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് കേരള യൂണിവേഴ്സിറ്റിയുടെ അഡ്മിഷൻ്റെ സൈറ്റ് ഓപ്പൺ ആയിട്ട് വരും. ഇവിടെ ഒരു പുതിയ അപ്ഡേറ്റ് കൂടി വന്നിട്ടുണ്ട്. ലാസ്റ്റ് ഇൻഡെക്സ് മാർക്ക് ഫോർ ഇയർ ഡിഗ്രി പ്രോഗ്രാം ഓൺലൈൻ അഡ്മിഷൻ 2024 ക്ലിക്ക് ഹിയർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷം ലാസ്റ്റ് ഓരോ കോളേജിലും എടുത്ത വിദ്യാർത്ഥികളുടെ ഇൻഡെക്സ് മാർക്ക് നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും. ഇവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓരോ കോളേജിലും കഴിഞ്ഞ വർഷം എടുത്തിരിക്കുന്ന ലാസ്റ്റ് ഇൻഡെക്സ് മാർക്ക് അറിയാനായിട്ട് സാധിക്കും. ലാസ്റ്റ് ഇൻഡെക്സ് മാർക്ക് എന്ന് പറഞ്ഞാൽ അതായത് കഴിഞ്ഞ വർഷം അവസാനമായിട്ട് ആ കോളേജിലെടുത്ത വിദ്യാർത്ഥിയുടെ മാർക്കാണ് ലാസ്റ്റ് ഇൻഡെക്സ് മാർക്ക്. എന്ന് വെച്ചാൽ നിങ്ങളുടെ മാർക്കല്ല, നിങ്ങളുടെ മാർക്ക് 1200 അതിലെ നിങ്ങളുടെ എടുക്കുന്ന സബ്ജക്റ്റിൻ്റെ ബേസിസിൽ നിങ്ങൾക്കൊരു ഇൻഡെക്സ് മാർക്ക് കിട്ടും. ആ ഇൻഡെക്സ് മാർക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് അത് നിങ്ങളുടെ പ്രിൻ്റ് ഔട്ടിൽ കാണാനായിട്ട് സാധിക്കും, പ്രൊഫൈലിൽ കാണാനായിട്ട് സാധിക്കും നിങ്ങൾക്ക് ഓരോ സബ്ജക്റ്റിനും എത്ര ഇൻഡെക്സ് മാർക്ക് ഉണ്ടെന്നത്. ഇനി അപ്ലൈ ചെയ്യാത്ത വിദ്യാർത്ഥികൾക്ക് നമ്മൾ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട് എങ്ങനെയാണ് ഇൻഡെക്സ് മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന്. അല്ല എങ്കിൽ നിങ്ങൾ നമ്മുടെ പ്രോസ്പെക്ടസ് ഉണ്ടല്ലോ, അതിലൊന്ന് വായിച്ചു നോക്കിയാൽ കൃത്യമായിട്ട് ഓരോ സബ്ജക്റ്റിൻ്റെയും ഇൻഡെക്സ് മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അറിയാനായിട്ട് സാധിക്കും. ഇനി ഏതെങ്കിലും വിദ്യാർത്ഥികൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ പറഞ്ഞിരുന്നാൽ മതി, നമുക്ക് അതൊന്നുകൂടി വീഡിയോ ആയിട്ട് ചെയ്യാം. അപ്പോൾ ഇൻഡെക്സ് മാർക്ക് എന്ന് പറഞ്ഞാൽ ആ കോളേജിൽ ലാസ്റ്റ് എടുത്തിരിക്കുന്ന വിദ്യാർത്ഥിയുടെ ഇൻഡെക്സ് മാർക്കാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റി ഓഫ് കേരള ഓരോ സബ്ജക്റ്റിനും ഓരോ കോളേജിലും എടുത്തിരിക്കുന്ന ഇൻഡെക്സ് മാർക്ക് നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഞാൻ എക്സാമ്പിൾ പറയാം. ഇപ്പോൾ ഇവിടെ BA അറബിയാണ് തന്നിരിക്കുന്നത്. BA അറബിക്ക് 2 കോളേജാണ് തന്നിരിക്കുന്നത്. യൂണിവേഴ്സിറ്റി കോളേജ് പാളയവും അതുപോലെ തന്നെ MSM കോളേജ് കായംകുളവുമാണ് തന്നിരിക്കുന്നത്. അപ്പോൾ യൂണിവേഴ്സിറ്റി കോളേജ് പാളയത്ത് ജനറൽ കാറ്റഗറിയിൽ സ്പോട്ട് അഡ്മിഷനിൽ എടുത്തിരിക്കുന്ന വിദ്യാർത്ഥിയുടെ ലാസ്റ്റ് ഇൻഡെക്സ് മാർക്ക്, സ്പോട്ട് അഡ്മിഷൻ വരെയുള്ള കാര്യമാണ് തന്നിരിക്കുന്നത്. സ്പോട്ട് അഡ്മിഷനിൽ എടുത്തിരിക്കുന്ന ലാസ്റ്റ് വിദ്യാർത്ഥിയുടെ ഇൻഡെക്സ് മാർക്ക് 1057.5 ആണ്. അപ്പോൾ നിങ്ങൾ മാക്സിമം നോക്കുക, നിങ്ങൾക്ക് ഇതിനേക്കാൾ കൂടുതലുണ്ടോ എന്ന് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടുമെന്നുള്ളൊരു
പ്രതീക്ഷിക്കാം, നമുക്ക് അഡ്മിഷൻ കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം. എങ്കിൽ പോലും ഇത് ലാസ്റ്റ് ഇൻഡെക്സ് മാർക്കാണ് തന്നിരിക്കുന്നത്. ഇത്രയും വരെയൊക്കെ കഴിഞ്ഞ വർഷം പോയിട്ടുണ്ട്. അതുപോലെ തന്നെ അവിടെ ഈഴവ കാറ്റഗറിയിലുള്ള വിദ്യാർത്ഥികൾ 694.1 ഇൻഡെക്സ് മാർക്ക് വരുന്ന വിദ്യാർത്ഥിയാണ് അവിടെ എടുത്തിരിക്കുന്നത്. അങ്ങനെ ഓരോ സബ്ജക്റ്റിൻ്റെ എന്ത് ചെയ്തിട്ടുണ്ട്, തന്നിട്ടുണ്ട്. SC കാറ്റഗറിയിൽ വരുന്നത് 847 ഇൻഡെക്സ് മാർക്കുള്ള വിദ്യാർത്ഥിയാണ് ലാസ്റ്റ് ആ കോളേജിൽ എടുത്തിരിക്കുന്നത്. ദെൻ തന്നിരിക്കുന്നത് MSM കോളേജ് കായംകുളത്ത് ജനറൽ കാറ്റഗറിയിൽ 943 വരുന്നത്. ഇനി നിങ്ങൾക്ക് ഇത് നോക്കുമ്പോൾ തോന്നുന്ന ഒരു ഡൗട്ട്, ചില കോളേജിൽ മാത്രമേ ഈഴവാസ്, OBC, മുസ്ലിം അങ്ങനത്തുള്ള കാറ്റഗറിയിലെല്ലാം ഇൻഡെക്സ് മാർക്ക് തന്നിട്ടുള്ളൂ. ചില കോളേജുകളിൽ എല്ലാം തന്നിട്ടുണ്ട്, ചിലത് തന്നിട്ടില്ല എന്ന് തോന്നും. ഇത് ഗവൺമെൻറ് കോളേജുകളിൽ മാത്രമാണ് മിക്കപ്പോഴും എല്ലാ കാറ്റഗറിയുടെയും ഇൻഡെക്സ് മാർക്ക് തരുന്നത്. ബാക്കി എല്ലാ കോളേജുകളിലും ജനറലും SC ST EWS അങ്ങനെയൊക്കെ തരും. EWSും ഗവൺമെൻറ് കോളേജിൽ മാത്രമേ ആയിരിക്കും തരുന്നത്. ജനറൽ കാറ്റഗറിയുടെയാണ് കൂടുതൽ കോളേജുകളുടെയും തരുന്നത്. അപ്പോൾ ആ ജനറൽ കാറ്റഗറി ആയിട്ട് അത്രയൊക്കെ മാർക്ക് തന്നെ, കുറച്ച് മാർക്ക് ഒരു 200 300 ചില കോളേജുകളിലൊക്കെയാണ് അത്രയൊക്കെ കുറഞ്ഞായിരിക്കും ഇൻഡെക്സ് മാർക്ക് ബാക്കിയുള്ള സബ്ജക്റ്റുകൾക്കൊക്കെ വരുന്നത്, ബാക്കിയുള്ള കാറ്റഗറിക്കൊക്കെ വരുന്നത്. അപ്പോൾ അത് നിങ്ങൾ കൃത്യമായിട്ടൊന്ന് നോക്കുക. ഇനി BA ഇംഗ്ലീഷ് ഓരോ കോളേജിൻ്റെയും തന്നിട്ടുണ്ട്. ഓരോ കോളേജിലും ലാസ്റ്റ് എടുത്തിരിക്കുന്ന ഇൻഡെക്സ് മാർക്കാണ് തന്നിരിക്കുന്നത്. ഇങ്ങനെ നിങ്ങൾക്ക് ഓരോ സബ്ജക്റ്റുകളുടെയും നോക്കാനായിട്ട് സാധിക്കും. ഓരോ സബ്ജക്റ്റിനും ഇന്ന കോളേജിൽ തന്നിരിക്കുന്ന ഇൻഡെക്സ് മാർക്ക് നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും. ഇപ്പം ബികോം കോർപ്പറേഷൻ ബേബി ജോൺ മെമ്മോറിയൽ കോളേജ് ചവറ 1321 ഇൻഡെക്സ് മാർക്കുള്ള വിദ്യാർത്ഥിയാണ് അവിടെ ലാസ്റ്റ് എടുത്തിരിക്കുന്നത്. മലയൻകീഴ് കോളേജിൽ 1317 വിദ്യാർത്ഥിയാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് നോക്കാം SN കോളേജ് പുനലൂർ എത്രയാണ്, 1175 വിദ്യാർത്ഥിയാണ് ലാസ്റ്റ് എടുത്തിരിക്കുന്നത്. ദെൻ UIT കോളേജുകളിലേക്ക് വരുമ്പോൾ ഇൻഡെക്സ് മാർക്ക് കുറയും. ഇങ്ങനെയാണ് ഓരോ കോളേജിൻ്റെയും തന്നിരിക്കുന്നത്. ഇനി ബികോം ഫിനാൻസ് നോക്കിക്കഴിഞ്ഞാൽ ഓരോ കോളേജിൻ്റെയും തന്നിട്ടുണ്ട്. ഇപ്പോൾ ഗവൺമെൻറ് കോളേജ് നെടുമങ്ങാട് 1313 വിദ്യാർത്ഥിയാണ് അവിടെ ലാസ്റ്റായിട്ട് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഇത്രയും ആദ്യം തന്നിരിക്കുന്ന ഇത്രയും ഗവൺമെൻറ് കോളേജുകളാണ്. അവിടുത്തെ ഇൻഡെക്സ് മാർക്ക് എല്ലാ കാറ്റഗറിയുടെയും കൃത്യമായിട്ട് തന്നിട്ടുണ്ട്, നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാനായിട്ട് സാധിക്കും. അപ്പോൾ അതേപോലെ തന്നെയായിരിക്കും ഏകദേശം ബാക്കിയുള്ള എയ്ഡഡ് കോളേജുകളിലൊക്കെ വരുന്ന ഇൻഡെക്സ് മാർക്ക് ഓരോ സബ്ജക്റ്റിൻ്റെയും. മുസ്ലിം, ഈഴവയൊക്കെ അതേ ഒരു റേറ്റ് തന്നെയായിരിക്കും, അതേ ഒരു മാർക്ക് തന്നെയായിരിക്കും വരാനുള്ള സാധ്യത. ഇങ്ങനെയാണ് നിങ്ങളുടെ ഇൻഡെക്സ് മാർക്ക് നോക്കേണ്ടത്. നിങ്ങളൊന്ന് കമ്പയർ ചെയ്ത് നോക്കുക, ഏതൊക്കെ കോളേജിൽ കിട്ടാനുള്ള സാധ്യതയുണ്ട്, ഏതൊക്കെ കോളേജിൽ എത്ര ഇൻഡെക്സ് മാർക്കുള്ള വിദ്യാർത്ഥികളെയാണ് എടുത്തിട്ടുള്ളതെന്നൊക്കെ നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ടുകളുണ്ടെങ്കിൽ, അതായത് ഈ അഡ്മിഷനുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഡൗട്ടുകളുണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിച്ചിരുന്നാൽ മതി, നെക്സ്റ്റ് വീഡിയോസിലായിട്ട് ഉൾപ്പെടുത്താം. അപ്പോൾ ഈ വീഡിയോ ഉപകാരമായെന്ന് കരുതുന്നു. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക്